തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ ഇടത് പാർട്ടികളുടെ നേതൃയോഗങ്ങൾക്ക് തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും തിരിച്ചടിയായെന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഇരു പാർട്ടി നേതൃത്വങ്ങൾക്കും. CPM CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിയായെന്ന അഭിപ്രായമുള്ളവർ CPM-ലും CPI-യിലുമുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇടത് ഹിന്ദുത്വ, ലെഫ്റ്റ് ഹിന്ദുത്വ എന്ന കാര്യം എങ്ങനെയാണ് അത്തരം വ്യാജ പ്രചരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുകയും അത് ആളുകൾ വിശ്വസിക്കുകയും, അതായത് ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളെ കൈവിടുകയും ഹിന്ദു വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കുന്നതിന്റെ ഭാഗമായുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് എന്ന ഒരു ബോധ്യം ജനങ്ങൾക്ക്, തെറ്റായ ബോധ്യം ജനങ്ങൾക്കുണ്ടായി. അത് തിരുത്തണമെന്ന ഒരു നിർദ്ദേശമാണ് തോമസ് ഐസക് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുന്നോട്ട് വച്ചത്. വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ ഈ മുസ്ലിം സമുദായത്തിനിടയിലുണ്ടായ CPM-നോടുള്ള എതിർപ്പിന് ബലം നൽകി, അതിന്റെ രാസതുരകമായി മാറി എന്ന ഒരു വിലയിരുത്തൽ കൂടി CPM പല പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ബാധിച്ചു എന്ന് CPM ഇതുവരെ വിലയിരുത്തിയിട്ടില്ല, നേതാക്കൾ തുറന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അത്തരം വിചാരിച്ചതിലും വലിയ തിരിച്ചടി ശബരിമല വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുന്നുണ്ട്. CPI-യുടെ നേതൃയോഗങ്ങളിലും അക്കാര്യം ചർച്ചയാകും. ശബരിമലയിൽ എന്തുകൊണ്ട് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും പത്മകുമാറിനെയും വാസുവിനെയും തള്ളിപ്പറയാനും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും CPM തയ്യാറായുള്ള ചോദ്യമാണ് CPM-നെതിരെ തിരിഞ്ഞ് കൊത്തുന്നത്. അത് കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അക്കാര്യം ചോദിക്കുന്നുമുണ്ട്. ഏതായാലും ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് വലിയ തിരിച്ചടി CPM-ന് ഉണ്ടായതാണ്. അന്ന് തെറ്റേറ്റു പറഞ്ഞുകൊണ്ട്, അന്ന് പാർട്ടി നിലപാട് രാഷ്ട്രീയമായി ശരിയാണെങ്കിലും ജനങ്ങളെ മുറിവേൽപ്പിച്ച നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് അത് തുറന്നു പറയാനും അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും CPM തയ്യാറായിരുന്നു. സമാനമായ ഒരു തിരുത്തൽ ഇപ്പോൾ നേതൃയോഗങ്ങൾക്ക് ശേഷം CPM സ്വീകരിക്കുമോ? ഘടകകക്ഷികൾക്ക് തന്നെ ശബരിമലയിൽ ജനങ്ങൾ വലിയ എതിർപ്പ് സർക്കാരിനെതിരെ ഉയർത്തി ഭരണവിരുദ്ധ വികാരത്തിന് അതുകൂടി കാരണമായെന്ന വിലയിരുത്തൽ ഘടകകക്ഷികൾക്കുണ്ട്. അത് ഏറ്റുപറയാൻ CPI തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. CPM-ന്റെ ഇന്നത്തെ സെക്രട്ടറി യോഗത്തിലും തൊട്ടുപിന്നാലെ അധികം വൈകാതെ സംസ്ഥാന സമിതി യോഗം ചേരും. CPI-യുടെ രണ്ട് പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളാണ് നടക്കുന്നത്. നാളെ ഇടതുമുന്നണി യോഗവും തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേരുന്നുണ്ട്. അവിടെ എത്രത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന പരിശോധനകൾ നടക്കും. അതിനൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിന് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കി, ഇടതുമുന്നണിക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കിയെന്ന ചർച്ചകളും നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ച്, ന്യൂനപക്ഷങ്ങളോടുള്ള അമിത താല്പര്യം അവസാനിപ്പിച്ച് തങ്ങളുടെ അടിസ്ഥാന വോട്ടായ ഹൈന്ദവ വോട്ടുകളിലേക്ക് മടങ്ങാൻ, അത് പരമാവധി സമാഹരിക്കാൻ CPM ശ്രമം നടത്തിയത്. അതും പിഴയ്ക്കുന്ന കാഴ്ചയാണ് CPM-ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടി വന്നത്. വലിയ ഒരു ആശങ്ക തന്നെയാണ് CPM ഇടതുമുന്നണിയും ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ എങ്ങനെ ജനങ്ങളുടെ ഈ എതിർപ്പ് മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പിക്കാൻ കഴിയുമെന്ന ചർച്ചകളാകും CPM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങളും അതുപോലെ ഇടതുമുന്നണി യോഗത്തിലും ഉണ്ടാകാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ആഘാതം സൃഷ്ടിച്ചതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കും എന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഇനിയും ഒന്നിലേക്ക് ചുരുങ്ങേണ്ടത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത്. ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല, നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ചെയ്യാത്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെന്റാണ്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ചിന്തിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ലെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. LDF തിരുത്തലിന് വിധേയരാകും. നാളെ LDF യോഗം ചേരുന്നുണ്ട്. വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ കുറവില്ല. ഇത് വെച്ച് കേരളത്തിലെ ഭാവി പറയാനാകില്ല. തിരുവനന്തപുരത്ത് BJP കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. എന്നാൽ വോട്ടിന്റെ നില വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരുപോലെ തുടരുന്നില്ല. 2010 ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം
ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണമുണ്ടായി? അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക. ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ്. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത്.